എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് എളുപ്പത്തിലൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിൻ്റെ കൂടെ ഒരു വെറൈറ്റി ചമ്മന്തി ഉണ്ട് കേട്ടോ. കുക്കറിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പം പെട്ടെന്ന് നമുക്കൊരു ബിരിയാണി കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ എന്നും മുട്ട ബിരിയാണി മതി എന്ന് പറയും. അത്രയും ടേസ്റ്റാണ് കേട്ടോ. മുട്ട ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മുട്ട ആദ്യം നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഞാനിവിടെ 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് റൈസ് അളന്നെടുക്കാം. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസോ അല്ലെങ്കിൽ ജീരകശാല റൈസോ നമുക്ക് എടുക്കാം. അരി നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം 20 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഇങ്ങനെ 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചാൽ മാത്രമാണ് നമ്മൾ ഈ കുക്കറിൽ ബിരിയാണി റെഡിയാക്കി എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. 2 കപ്പ് റൈസ് എടുത്താൽ 4 പേർക്ക് കഴിക്കാനായിട്ടുണ്ടാവും. ഇനി ഒരു ചെറിയ ബൗളിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരുപാട് വെള്ളം വേണ്ട. ഇനി ഇതവിടെ ഇരിക്കട്ടെ. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് വലിയ കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 18 അല്ലിയോളം ഉണ്ട്. നിങ്ങൾ ചെറിയ കുടമാണ് എടുക്കുന്നുണ്ടെങ്കിൽ 2 കുടം എടുത്താൽ മതി. ചെറിയ കഷ്ണം ഇഞ്ചി തൊലികളെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 പച്ചമുളക്, എൻ്റെ നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി ഞാനൊരു 3-4 ചെറിയ പീസുകളാക്കുന്നുണ്ട്. എന്നാലത് ശരിക്കും നമുക്ക് ഒതുങ്ങി കിട്ടുള്ളൂ. നമുക്ക് അരച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം. റൈസ് ഇട്ടിട്ട് ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഇന്ന് റൈസെല്ലാം എടുത്തിട്ട് ഇതേപോലെ ഒരു സ്ട്രെയിനറിലേക്ക് വെച്ചിട്ട് ഒന്ന് വെള്ളം വാർന്ന് കിട്ടാനായിട്ട് വെക്കുന്നുണ്ട്. നടുവിൽ ഇതേപോലെ ഒന്ന് കുഴിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വെള്ളം നമുക്ക് വാർന്ന് കിട്ടും. നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. ഇത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്. കുക്കർ ചൂടായപ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യും വേണമെങ്കിൽ മിക്സ് ചെയ്ത് ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് 3 ചെറിയ കഷ്ണം പട്ട, 3 ഏലക്കായ, 3 കരയാമ്പൂ ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് വെളിച്ചെണ്ണയിൽ കിടന്ന് ചൂടാവട്ടെ, കരിഞ്ഞു പോകരുത്. ഇതിലേക്ക് 2 സവാള കട്ട് ചെയ്തെടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റി ബ്രൗൺ കളറൊന്നും ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വെറുതെ ഒരു 2-3 മിനിറ്റ് ഇളക്കിയാൽ മതിയാവും. ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലേക്ക് ഇടാൻ പോവാണ്. ഈ സമയം നമുക്ക് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തക്കാളി ഞാനിവിടെ വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 1.5 തക്കാളി മതിയാവും. ചെറിയ തക്കാളിയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3 തക്കാളി വേണം. അതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. സവാള ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും കൂടി ഒതുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇതും 1 മിനിറ്റ് വഴറ്റാം നമുക്ക്. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ ഒരുപാടൊന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല. ഓരോ മിനിറ്റ് വെച്ച് ഇങ്ങനെ പെട്ടെന്ന് ഇളക്കി നമുക്ക് ഓരോന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ കുതിർത്ത് വെച്ച മല്ലിപ്പൊടിയില്ലേ, അതൊന്ന് നമുക്ക് ഇളക്കി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും 1 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കാണുമ്പോൾ ഇത് കുറേ കൂടുതലാണല്ലോ എന്ന് തോന്നും, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്രയും ചേർക്കുമ്പോൾ. ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർക്കണം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ്. ഗരം മസാലയുടെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണം. ഇവിടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് ഒരു 2 കതിര് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടോ, എൻ്റെ ഫ്രിഡ്ജിൽ വളരുന്ന മല്ലിച്ചെടിയാണ് കേട്ടോ. മല്ലിയില വാങ്ങിച്ചിട്ട് ഇതേപോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഫ്രഷായിട്ട് ഇതേപോലെ നുള്ളിയെടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കണുണ്ട്. ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇനി നമുക്ക് അരി വേവാനായിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരിക്കുള്ള വെള്ളം ഞാൻ ഓൾറെഡി ഇവിടെ മെഷർ ചെയ്തിട്ട് ഒരു ഗ്ലാസ്സിന് കപ്പിലൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 കപ്പിന് 3 കപ്പ് വെള്ളം, അതായത് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം. ആ ഒരു അളവിലാണ് നമ്മൾ അരിക്ക് എപ്പോഴും വെള്ളം എടുക്കേണ്ടത്. ഇനി ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഒരു അല്പം മുന്നിട്ട് നിൽക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് അരിയെല്ലാം വെന്ത് കിട്ടുമ്പം ആ അരിയിലേക്കെല്ലാം കറക്റ്റ്
ഉപ്പെല്ലാം പാകമായിട്ടുണ്ടാവുള്ളൂ. ഇനി നമുക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തൊണ്ടെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. മുട്ട അങ്ങനെ വരഞ്ഞൊന്നും ഇടേണ്ട ആവശ്യമില്ല. നല്ലത് തന്നെ നമുക്ക് മസാലയൊക്കെ പിടിച്ച് കിട്ടും. കാരണം നമ്മളിപ്പോൾ ഈ മുട്ടയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ റൈസൊക്കെ ഇട്ട് നമ്മൾ പ്രഷർ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അതെല്ലാം റെഡി ആകുമ്പോൾ തന്നെ മുട്ടയിലെല്ലാം നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. റൈസിലെ വെള്ളമൊക്കെ നന്നായി വാർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളം കറക്റ്റായിട്ട് വാർന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അരി വീണ്ടും ആ വെള്ളത്തിൽ കിടന്ന് സോക്കാവാനും പിന്നെ നമ്മൾ വേവിക്കുമ്പോൾ ചിലപ്പോൾ വേവ് കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം മാത്രം പ്രഷർ കുക്ക് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർക്കാം. ഇനി കുക്കർ അടച്ചു കൊടുക്കാം. കുക്കർ അടയ്ക്കുന്നതിന് മുമ്പ് ഇതുപോലെ വല്ല റൈസൊക്കെ ഇതിൻ്റെ മുകളിൽ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് തട്ടിയിട്ട് കൊടുക്കാം. കാരണം അതിൻ്റെയിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോപ്പറായിട്ട് വിസിൽ വരില്ല. അപ്പോൾ കണ്ടോ, നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ അത് തിളയ്ക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുട്ടയും അരിയും ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ നമ്മുടെ ബിരിയാണി റെഡിയാവും. അപ്പോൾ നമ്മുടെ കുക്കർ വിസിലടിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ്. യെസ്, ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷമാണ് നമ്മൾ തുറക്കാൻ പോകുന്നത്. ആ ഒരു സമയം നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള പരിപാടികൾ നോക്കാം. അതിനായിട്ട് ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കുവാണ്. കരിഞ്ഞ് പോകരുത്, ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വന്നാൽ മതി. ഞാനിതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് റോസ്റ്റ് ചെയ്തൊക്കെ എടുക്കുന്നതാണ്. സാധാരണ ഞാനിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ചേർക്കാറൊന്നുമില്ല. ഇനി കിസ്മിസ് റോസ്റ്റ് ചെയ്തെടുക്കാം. കിസ്മിസിന് പകരം ഡേറ്റ്സ് വേണ്ടവർക്ക് ഡേറ്റ്സ് ചേർക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഇനി ബാക്കിയുള്ള നെയ്യിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. വേഗം നമുക്ക് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇത്രയും മതി. കുക്കറിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നമുക്ക് തുറന്നാക്കാം. കേട്ടോ, അടിപൊളിയായിട്ട് നമ്മുടെ റൈസ് വന്നിട്ടുണ്ട്. വെന്തൊന്നും കുഴഞ്ഞു പോയിട്ടില്ല. എല്ലാ റൈസും ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി റൈസ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാഷ്നട്ടും കിസ്മിസൊക്കെ ഞാൻ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരമലൈസ് ചെയ്ത സവാള ഞാൻ എടുക്കുന്നുണ്ട്. സവാള നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ഒന്നുകൂടെ കാണാനൊക്കെ ഭംഗിയുണ്ടാവുക. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ക്രഷറിലിട്ടിട്ടാണ് ആക്കിയത്. അതുകൊണ്ടാണ് സവാള കുരുന്ന് വെച്ചിട്ട് ആയിപ്പോയി. കുറച്ചും കൂടെ മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതേപോലെ അടിപൊളിയാണ് നമ്മുടെ ബിരിയാണി. ഇത് മുട്ടയുടെ കളർ നോക്കി നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ബിരിയാണിയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ചമ്മന്തി ഞാൻ ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് തേങ്ങ ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഞാനൊരു 4ആയിട്ട് കട്ട് ചെയ്തിടുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക്. ഇനി ഇതിലേക്ക് 1 കൈപ്പിടി അളവിൽ മല്ലിയില ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ചമ്മന്തി ഇവിടെ റെഡി കേട്ടോ. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ ചമ്മന്തി എന്തായാലും വിട്ടുകളയരുത്. നെവർ മിസ് ഇറ്റ്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ബാച്ചിലേഴ്സിനും അതുപോലെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പറ്റിയൊരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേക്കാം. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്